എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിച്ചു. ധനമന്ത്രിയുടെ പ്രഖ്യാപനമനുസരിച്ച് സംസ്ഥാനത്ത് ഓരോ വീടുകളിലേക്കും പരമാവധി 7,000 രൂപ വീതം എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ കൈകളിലേക്കും സഹായം നേരിട്ട് എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. നിരവധി മാറ്റങ്ങളോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് എന്നിവർക്ക് നവംബർ മാസത്തിലെ പുതുക്കിയ പെൻഷൻ തുകയായ 2,000 രൂപയോടൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയായ 1,600 കോടി വിതരണം ചെയ്യുന്നതിലേക്കായി 1,864 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടു. പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് ഈ മാസം 20 മുതൽ എത്തിച്ചേരുമെന്ന് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1,042 കോടിയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയെ സംബന്ധിച്ചുള്ള പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. പുതിയതായി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതലാണ് പെൻഷൻ തുക എത്തിച്ചേരുക. ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇതോടൊപ്പം തന്നെ 8.46 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവീതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഈ സാഹചര്യത്തിലാണ് ഓരോ വീട്ടിലും മാസം തോറും 7,000 രൂപ വരെ പരമാവധി എത്തിച്ചേരുമെന്ന് ധനവകുപ്പിന്റെ അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം തോറും 6,000 മുതൽ 7,000 രൂപ വരെ എത്തുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം 3 കോടി രൂപ വേണ്ടിവരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് 3,800 കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവ് 2,800 കോടി രൂപയും യുവതലമുറയ്ക്ക് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന് 600 കോടി രൂപയും ഉൾപ്പെടെ അനുവദിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കുടുംബത്തിലെ 60 വയസ്സ് പിന്നിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും 2,000 രൂപ വീതവും ഒരു പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള 1,000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായും ഇതോടൊപ്പം തന്നെ മക്കൾക്ക് 1,000 രൂപ വീതം സ്കോളർഷിപ്പും ചേർത്ത് 6,000 7,000 രൂപ ഇനി മുതൽ ഓരോ വീടുകളിലേക്കും എത്തുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതിനായുള്ള പുതിയ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 35 മുതൽ 60 വയസ്സുവരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY അഥവാ മഞ്ഞ കാർഡ്, PHH അഥവാ മുൻഗണനാ വിഭാഗം, പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 31.34 ലക്ഷം സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആവുക. പ്രതിവർഷം 3,800 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുക. ഇതോടൊപ്പം തന്നെ കണക്ട് ഓവർ സ്കോളർഷിപ്പിന്റെ ഭാഗമായി 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവതീ യുവാക്കൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളുടെയും പ്രഖ്യാപനങ്ങളും ഉടൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്.